സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെത്തിയ കെ സുധാകരൻ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ മടങ്ങി. കടുത്ത അതൃപ്തിയിലാണ് സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയതെന്നാണ് വിവരം. സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് സുധാകരന്റെ പ്രതിഷേധം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാരെ മത്സരിപ്പിക്കണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളിൽ കോൺഗ്രസിൽ ചിന്താക്കുഴപ്പം നിലനിൽക്കുകയാണ്. അതേസമയം കെ സുധാകരന്റെ പ്രതിഷേധമൊന്നുമില്ലെന്നും സുധാകരൻ മടങ്ങിയത് നാട്ടിൽ മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. സുധാകരനുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഒന്നിലധികം പേരുകൾ പരിഗണനയിലുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള, കോന്നി, അടൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ചർച്ചകൾ തുടരുകയാണ്. തൃശൂർ ജില്ലയിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. എറണാകുളത്തും മലബാറിലെ മണ്ഡലങ്ങളിലും തർക്കമുണ്ട്. തിങ്കളാഴ്ചയാകും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുക. 70% മണ്ഡലങ്ങളിലും തിങ്കളാഴ്ച സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാനാണ് നീക്കം. CPI വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച നാട്ടിക MLA CC മുകുന്ദൻ ഡൽഹിയിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. KC വേണുഗോപാലുമായി മുകുന്ദൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. സ്ഥിരമായി തോൽക്കുന്നവരെ ഒഴിവാക്കാനാണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണ്ണയ തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റി ഈ ഘട്ടത്തിൽ മാനദണ്ഡം കർശനമാക്കും. തിരുവനന്തപുരത്തെ അടക്കം മണ്ഡലങ്ങളിലെ ചില നേതാക്കൾ ഒഴിവായേക്കും. അതേസമയം CPM വിട്ട മുകുന്ദൻ നാട്ടികയിൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും മറ്റു മുന്നണികളുടെ പിന്തുണ സ്വീകരിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം മുകുന്ദനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. CPI തള്ളിയ മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം. മുകുന്ദനുമായി സഹകരിക്കുന്നതിൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അതൃപ്തിയിലാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല.